നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി ഇന്ന് അപ്രതീക്ഷിതമായി ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുകയാണ്. ഈ മാസം 29-നാണ് വീണയോട് ചോദ്യം ചെയ്യാനായി ഹാജരാകാൻ നേരത്തെ സമൻസ് നൽകിയിരുന്നത്. എന്നാൽ 4 ദിവസം മുമ്പ് ഇന്ന് രാവിലെ വീണ വിജയൻ ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നു. എന്തുകൊണ്ടാണ് 4 ദിവസം മുമ്പ് വീണ വിജയൻ എത്തിയത്? നേരത്തെ ചോദ്യം ചെയ്യലിന് തയ്യാറാണ് എന്ന് വീണ വിജയൻ അറിയിച്ചതാണോ, അതോ ED അടിയന്തിരമായി വീണ വിജയനെ വിളിച്ചു വരുത്തുകയായിരുന്നോ? ഇതാണ് ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ വൃത്തങ്ങൾ ചർച്ച ചെയ്യുന്നത്. CMRL കേസിൽ ഇപ്പോൾ വല്ലാത്ത വേഗതയിലാണ് ED മുന്നോട്ടു നീങ്ങുന്നത്. നേരത്തെ ഈ മാസം 12-ാം തീയതിയാണ് വീണ വിജയനോട് ആദ്യമായി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED നിർദ്ദേശം നൽകിയത്. അതിനു മുമ്പ് 12 ഇടങ്ങളിൽ ED വ്യക്തമായ റെയ്ഡ് നടത്തിയിരുന്നു. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും അതുപോലെ തന്നെ കണ്ണൂരിലെയും വസതിയിലടക്കം ED പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധം കേരളത്തിൽ ഉയരുന്നത് നമ്മൾ കണ്ടതാണ്. ആ പ്രതിഷേധത്തിൽ തിരുവനന്തപുരത്ത് നടന്ന പ്രതിഷേധം അക്രമാസക്തമാവുകയും ED ജീവനക്കാർ ആക്രമിക്കപ്പെടുകയും ചെയ്തിരുന്നു. അതിനുശേഷം ED വല്ലാത്ത വേഗതയിലാണ് ഈ കേസുമായി മുന്നോട്ട് പോകുന്നത്. 2024-ലാണ് ഈ കേസിൽ ED ECIR രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ നിയമക്കുരുക്കുകൾ കാരണം 2 വർഷം ഈ കേസിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. സംസ്ഥാനത്ത് അധികാര കൈമാറ്റം ഉണ്ടായതിനു ശേഷം EDക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. അങ്ങനെ ED കേസിൽ വലിയ വേഗതയിൽ മുന്നോട്ട് പോവുകയാണ്. EDയുടെ മേധാവി എറണാകുളത്തെത്തി ഈ കേസുമായി ബന്ധപ്പെട്ട അവലോകനം നേരിട്ട് നടത്തിയിരുന്നു. അതിനുശേഷമാണ് അതിവേഗതയിൽ കാര്യങ്ങൾ നീക്കാൻ തീരുമാനമായിരുന്നത്. ഈ മാസം 12-ന് ഹാജരാകാനാണ് ആദ്യം വീണയോട് നിർദ്ദേശിച്ചിരുന്നത്. വീണ ആ 12-ാം തീയതി ഹാജരായില്ല. ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി 2 ആഴ്ചത്തെ സമയം തേടുകയായിരുന്നു. എന്നാൽ 2 ആഴ്ച പോലും അനുവദിച്ചില്ല ED. 4-5 ദിവസത്തിനകം ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 17-ാം തീയതി വീണ്ടും സമൻസ് നൽകുന്നു. 17-ാം തീയതിയത്തെ ചോദ്യം ചെയ്യൽ മാറ്റിവെക്കാൻ വീണ വിജയന് കഴിഞ്ഞില്ല. വീണ വിജയൻ 17-ാം തീയതി തന്നെ അതിരാവിലെ 10:30 ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നു. 8.5 മണിക്കൂർ നീളുന്ന ചോദ്യം ചെയ്യൽ. അതിനുശേഷം മൊഴി വളരെ വിശദമായി ED പരിശോധിച്ചു. അതിനുശേഷമാണ് 29-ാം തീയതി ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നത്. എന്നാൽ ആ നോട്ടീസിന് 4 ദിവസം മുമ്പ് വീണ വിജയൻ ഹാജരായിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയം കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടാകുന്നത്. വീണ വിജയൻ 29-ാം തീയതി എന്തെങ്കിലും അസൗകര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയും നേരത്തെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറാണ് എന്നറിയിക്കുകയും ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിൽ അങ്ങനെയൊരു അപേക്ഷ EDക്ക് മുന്നിൽ എത്തിയാൽ ED ഒരുപക്ഷെ അത് അനുവദിച്ചു കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസ് അതിവേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ED തീരുമാനമെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ വീണ വിജയൻ നേരത്തെ ഹാജരാകാം എന്നറിയിച്ചാൽ ED അത് അംഗീകരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷേ വീണ വിജയൻ എന്തുകൊണ്ട് നേരിട്ട് ഹാജരാകണം? പരമാവധി ഈ ഹാജരാകൽ വൈകിപ്പിക്കാൻ ശ്രമിക്കുന്ന വീണ വിജയൻ ഇത്തവണ എന്തുകൊണ്ട് നേരിട്ട് ഹാജരാകാം അല്ലെങ്കിൽ നേരത്തെ ഹാജരാകാം എന്ന് തീരുമാനിച്ചു? ഈ ചോദ്യം ബാക്കിയാവുകയാണ്. മാത്രമല്ല, നേരിട്ട് ഹാജരാകാമെന്ന് വീണ അറിയിച്ചതല്ല, അടിയന്തിരമായി വീണ വിളിച്ചു വരുത്തുകയായിരുന്നു. ഇത് മൊഴികളിലെ പൊരുത്തക്കേടുകൾ, വളരെ ഗുരുതരമായ പൊരുത്തക്കേടുകൾ കണ്ടെത്തുകയോ മറ്റോ ഉണ്ടായാൽ ഇങ്ങനെ EDക്ക് അടിയന്തിരമായി പ്രതിയെ വിളിച്ചു വരുത്താൻ സാധിക്കും. അങ്ങനെ വീണ വിജയനെ വിളിച്ചു വരുത്തിയതാണോ? അങ്ങനെയെങ്കിൽ ഇന്നത്തെ ചോദ്യം ചെയ്യലിന് ഗൗരവമേറും. വീണയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട് രേഖകൾ പരിശോധിച്ച് വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മിസ്മാച്ച് ഉണ്ട് എങ്കിൽ തീർച്ചയായും ED അടിയന്തരമായി വിളിച്ചു വരുത്താം. അങ്ങനെ അടിയന്തരമായി വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റിനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് രാവിലെ മുതൽ തന്നെ വാർത്താമാധ്യമങ്ങൾ ഈ ചോദ്യം ചെയ്യലിനെ വലിയ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് ഇന്ന് ആണ് വീണ വിജയൻ ഹാജരായിരിക്കുന്നത്. ഇന്നലെയാണ് ഈ SFIO അന്വേഷണവുമായി ബന്ധപ്പെട്ട രേഖകൾ EDക്ക് ലഭിച്ചത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കോടതി SFIO അന്വേഷണവുമായി ബന്ധപ്പെട്ട രേഖകൾ EDയുടെ അന്വേഷണത്തിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറണം എന്ന ഉത്തരവ് നൽകിയത്. ഏതാണ്ട് 134ഓളം രേഖകൾ EDക്ക് കൈമാറാനായിരുന്നു ഉത്തരവ്. 2 കേന്ദ്ര ഏജൻസികൾ തമ്മിൽ മികച്ച ഏകോപനമുണ്ട്. അതുകൊണ്ട് രേഖകൾ പെട്ടെന്ന് ലഭിക്കുമെന്നായിരുന്നു സൂചന.
17-ാം തീയതി വീണ വിജയനെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ രേഖകൾ ഇഡിയുടെ കയ്യിലുണ്ടാകും എന്ന് എല്ലാവരും ധരിച്ചിരുന്നു. എന്നാൽ രേഖകൾ കിട്ടാൻ വൈകി. ചില സാങ്കേതിക കാരണങ്ങളാൽ രേഖകളുടെ കൈമാറ്റം നടന്നില്ല. രണ്ട് ഏജൻസികളുടെയും ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചർച്ചകളടക്കം നടന്നതിന് ശേഷമാണ് ഇന്നലെ 134ഓളം വരുന്ന പ്രധാനപ്പെട്ട രേഖകൾ ഇഡിക്ക് കൈമാറി കിട്ടിയത്. അതിനുശേഷം ഇഡി വളരെ വേഗതയിൽ ഈ രേഖകൾ പരിശോധിച്ചു. 2016-ലും 17-ലും വീണ വിജയനുമായും അതുപോലെ തന്നെ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കുമായും CMRL ഉണ്ടാക്കിയ കരാറിന്റെ പകർപ്പുകൾ ഇഡിക്ക് ലഭിച്ചു എന്നാണ് റിപ്പോർട്ട്. മാത്രമല്ല വീണ വിജയന്റെ ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ച രേഖകളും മറ്റ് നിർണായകമായ പല രേഖകളും ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. നേരത്തെ വീണ വിജയൻ നൽകിയ മൊഴിയിൽ നിന്നും ഘടകവിരുദ്ധമായ പലതും ഈ രേഖകളിലുണ്ട് എന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ ഇന്നത്തെ വിളിച്ചു വരുത്തൽ അല്ലെങ്കിൽ ഇന്നത്തെ ചോദ്യം ചെയ്യലിന് വളരെ നിർണായകമായ ഒരു ഗൗരവമുണ്ട്. ഇപ്പോൾ എന്തായാലും ഈ SFIO രേഖകൾ കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ വീണ വിജയൻ ഹാജരായിരിക്കുന്നത് കൊണ്ട് ഇഡി പ്രത്യേകം നേരത്തെ വീണയെ വിളിച്ചു വരുത്തിയതാകാം എന്ന ഒരു സൂചനയുമുണ്ട്. എന്തായാലും ചോദ്യം ചെയ്യലിൽ വീണ വിജയനുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ വീണ വിജയൻ നൽകുന്ന വിവരങ്ങൾ അത് വളരെ പ്രധാനമാണ് എന്ന് ഇഡി കരുതുന്നുണ്ട്. CMRLുമായി ബന്ധപ്പെട്ട 9ഓളം ഉദ്യോഗസ്ഥർക്കാണ് ഇഡി നേരത്തെ ചോദ്യം ചെയ്യലിനായി നോട്ടീസ് അയച്ചിരുന്നത്. ഇതിൽ ഹാജരായിട്ടുള്ളത് 4 ഉദ്യോഗസ്ഥർ മാത്രമാണ്. ഇനിയും 5ഓളം ഉദ്യോഗസ്ഥന്മാർ CMRLുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുണ്ട്. മാത്രമല്ല ഈ ശശിധരൻ കർത്തയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ മകൾ, അദ്ദേഹത്തിൻ്റെ മകൻ ഇവരെയൊക്കെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിട്ടുണ്ട്. ഇവരിൽ നിന്നൊക്കെ നിർണായകമായ വിവരങ്ങൾ ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇഡി വീണ വിജയൻ എന്ന പ്രധാന പ്രതിയുടെ വിവരങ്ങൾ തേടുന്നത്. എന്തുകൊണ്ടാണ് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ സൂക്ഷിക്കാത്തത് എന്ന ചോദ്യത്തിന് വീണ വിജയന്റെ പക്കൽ ഉത്തരമില്ലായിരുന്നു. ഈ രേഖകൾ ബോധപൂർവം ഇഡിയിൽ നിന്ന് മറച്ചുവെച്ചതാണ് എന്ന് വ്യക്തമാണ്. കമ്പനി പൂട്ടിപ്പോയതിനാൽ രേഖകൾ സൂക്ഷിച്ചിരുന്നില്ല എന്നാണ് വീണ വിജയൻ മറുപടി നൽകിയത്. എന്നാൽ കമ്പനി പൂട്ടിപ്പോയാലും രേഖകൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഇത്തരത്തിൽ ഒളിച്ചു വയ്ക്കുന്ന രേഖകളുടെ ഉള്ളിൽ വളരെ നിർണായകമായ വിവരങ്ങൾ ഉണ്ടാകാമെന്നും ഇഡി കരുതുന്നു. അതുകൊണ്ട് തന്നെ SFIOയിൽ നിന്ന് ലഭിക്കുന്ന 134ഓളം രേഖകളിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയായിരുന്നു ഇഡി. ആ രേഖകളാണ് കിട്ടിയിരിക്കുന്നത്. ആ രേഖകൾ കിട്ടിയിരിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം ഇഡിയുടെ ഓഫീസിലെത്തി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ ഒരു ചോദ്യം ചെയ്യലല്ല. ചോദ്യം ചെയ്യലിൽ ബോധപൂർവം തെറ്റായ വിവരങ്ങൾ നൽകുകയോ മൊഴികളിൽ ഗുരുതരമായ വൈരുദ്ധ്യം കണ്ടെത്തുകയോ ചെയ്താൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇഡി നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. അതോടൊപ്പം തന്നെ വീണ വിജയനേക്കാൾ അല്ലെങ്കിൽ വീണ വിജയനെ കൂടാതെ പിണറായി കുടുംബത്തിലെ മറ്റൊരംഗത്തെ കൂടി ഈ ഇടപാടുകളിൽ പങ്കുണ്ട് എന്ന് ഇഡി ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. കാരണം വീണ വിജയന് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ അറിയില്ല. ഈ പ്രധാനപ്പെട്ട ഇടപാടുകൾ, കോടികളുടെ ഇടപാടുകൾ, 2.78 കോടി രൂപ പ്രത്യക്ഷമായും ലഭിച്ചിരിക്കുന്ന ഇടപാടുകൾ, ആ ഇടപാടുകളെക്കുറിച്ച് വീണ വിജയന് ഒന്നും പറയാനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനു പിന്നിൽ മറ്റൊരാളുണ്ടോ എന്ന് ഇഡി സംശയിക്കുന്നുണ്ട്. ഈ വീണ വിജയനുമായി ബന്ധപ്പെട്ട അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഇഡിയിൽ നിന്നും അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നും വീണ വിജയൻ മറച്ചു വച്ചിരുന്നു. ആ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മറച്ചുവെച്ചത് എന്തിന് എന്ന ചോദ്യവും പ്രസക്തമാവുകയാണ്. ഇതാണ് ഈ കുടുംബത്തിലെ, പിണറായി വിജയൻ കുടുംബത്തിലെ മറ്റൊരു അംഗത്തിലേക്ക് അന്വേഷണം എത്താൻ കാരണം. SFIO ഇന്നലെ നൽകിയ രേഖകളിൽ വീണ വിജയനും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഇടപാടുകളല്ലാതെ പിണറായി കുടുംബവുമായി ബന്ധപ്പെട്ട് മറ്റു ചിലർക്ക് നൽകിയ പണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമുണ്ട്. ആ ഡയറി അടക്കം ഇപ്പോൾ SFIO ഇഡിക്ക് കൈമാറിയിട്ടുണ്ട്. മറ്റു ചില രാഷ്ട്രീയ നേതാക്കൾക്ക് നൽകിയ പണവും ആ ഡയറിയിലുണ്ട് എന്നാണ് സൂചന. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട രേഖകൾ കിട്ടിയതിന് ശേഷമാണ് വീണ വിജയനെ ഇഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ സ്വമേധയാ ഞാൻ നേരത്തെ ചോദ്യം ചെയ്യലിന് ഹാജരായിക്കൊള്ളാം എന്ന് വീണ പറഞ്ഞിരിക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയാണ് പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്നതെങ്കിലും അതിനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയാണ് എങ്കിൽ ഇന്നത്തെ ചോദ്യം ചെയ്യൽ അതീവ ഗുരുതര സ്വഭാവമുള്ള ചോദ്യം ചെയ്യലാണ്. പിണറായി കുടുംബം യഥാർത്ഥത്തിൽ ഈ ചോദ്യം ചെയ്യലിനെ ആശങ്കയോടുകൂടി ഉറ്റുനോക്കുന്നു എന്നാണ് സൂചന. അറസ്റ്റ് ഉണ്ടാകുമോ എന്നറിയില്ല. കാരണം നേരത്തെ ദില്ലി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുമൊക്കെ ഇത്തരത്തിൽ
അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും ഒക്കെ ചോദ്യം ചെയ്യലിന് ശേഷം ED അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. സമാനമായ സാഹചര്യത്തിൽ ഗുരുതരമായ സാമ്പത്തിക ഇടപാടുകൾ, അത് 2.78 കോടി രൂപ മാത്രമല്ല, ഇനിയും ചില തുകകൾ CMRL വഴി ലഭിച്ചിട്ടുണ്ട് എന്ന സൂചന EDക്ക് ലഭിക്കുന്നു. വ്യക്തമായ രേഖകൾ EDക്ക് ലഭിക്കുന്നു. ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ, അതായത് 17-ാം തീയതി നടന്ന ചോദ്യം ചെയ്യലിൽ ഈ രേഖകൾ EDയുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം EDയുടെ പക്കൽ രേഖകൾ കിട്ടിയതോടുകൂടി ED അന്വേഷണം ദ്രുതഗതിയിലാക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിട്ടുള്ളത്, അടിയന്തരമായി ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിട്ടുള്ളത് എന്നാണ് സൂചന. വരും മണിക്കൂറുകളിൽ ഈ ചോദ്യം ചെയ്യലിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നേക്കാം.